ഓണാഘോഷത്തിനെതിരായ വർഗീയ പരാമർശത്തിൽ അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. തൃശൂരിലെ സ്കൂൾ അധ്യാപികയ്ക്കെതിരെയാണ് കേസെടുത്തത്. പോലീസ് നടപടിക്ക് പിന്നാലെ ജോലിയിൽ നിന്നും അധ്യാപികയെ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. ഓണം എന്ന് പറയുന്നത് ഹിന്ദു മതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കായി മാറാൻ ചാൻസ് ഉണ്ട്. അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത്. സ്കൂളിൽ ഓണാഘോഷം നടക്കാനിരിക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ അധ്യാപിക പങ്കുവച്ച വർഗീയ സന്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് നൽകിയ പരാതിയിലാണ് അധ്യാപികയ്ക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തത്. പിന്നാലെ അധ്യാപികയുടേത് വ്യക്തിപരമായ അഭിപ്രായമെന്നും സ്കൂളിന്റെ നിലപാടല്ലെന്നും വ്യക്തമാക്കി മാനേജ്മെന്റ് അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. അധ്യാപിക വർഗീയ വിഷം കുത്തിവെക്കാൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതികരണം. കേരളത്തിൽ പച്ചയായ വർഗീയത നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള അധ്യാപകരുടെ നേതൃത്വത്തിൽ പ്രചരിപ്പിക്കുകയാണ്. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ശബ്ദമാണ് ഈ അധ്യാപികയിലൂടെ പുറത്തു വരുന്നത്. ആ അധ്യാപികയെ ഇപ്പോൾ ഈ ആസാദ് ട്രസ്റ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കരുത്. അവരെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കണം. അധ്യാപികയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് സ്കൂളിന് സമീപം പോലീസ് തടഞ്ഞു. 24 തൃശൂർ.